തൃശൂർ നഗരത്തിലെ യുവാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതികളുടെ ലഹരി ഉപയോഗം എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. കൊല നടക്കുന്നതിന് തൊട്ടു മുൻപ് പ്രതികൾ കഞ്ചാവ് വലിച്ചിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ട്. ഈ പ്രതികൾ എന്നൊക്കെ പറയുമ്പോഴേ 14 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. അതാണ് അരമണിക്കൂറോളം നീണ്ട വാക്ക് തർക്കത്തിന് പിന്നാലെയാണ് ഈ 14 വയസ്സുകാരൻ കത്തികൊണ്ട് ലിവിൻ എന്ന യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇതിന്റെ വിവരങ്ങളുമായിട്ട് MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത, അത് ഒരുപക്ഷെ പുതുവർഷത്തിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതിൽ ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവർ ലഹരി ഉപയോഗിച്ച് നടത്തുന്ന അതിക്രമങ്ങളാണ് ഇതിനെ. അതിൽ ഏറ്റവും വലിയ ഒരു കൗതുകമായ കൗതുകം എന്ന വാക്കല്ല, ഏറ്റവും വലിയൊരു ആശങ്കയെ ആളുകൾക്ക് തോന്നുന്നത് ഈ 14 വയസ്സുകാരൻ ഇങ്ങനെ ഒരു അക്രമത്തിന് എങ്ങനെ മുതിർന്നു? അയാളുടെ പശ്ചാത്തലം എന്താണ്? അയാളുടെ നല്ല ആ കുട്ടിയുടെ പശ്ചാത്തലം എന്താണ്? ലിഷോയ്, കേൾക്കാമോ? രതീഷ്, മാർഷൽ, ഇത് ശരിക്കും നമ്മളൊരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ലാളിത്യമൊക്കെ തോന്നും. അത്രത്തോളം അങ്ങനെ തോന്നേണ്ട ഒരു കാര്യമുള്ള ഒരു വ്യക്തികളല്ല ഇവർ. കാരണം മറ്റൊന്നുമല്ല, ഇവർ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇവരുടെ എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു. 14ഉം 15ഉം വയസ്സുള്ള 2 പേരാണ് പ്രായപൂർത്തിയാവാത്തവർ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രായപൂർത്തിയായവർ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ്. നേരത്തെയും ഇവർ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്, മോഷണ കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കുറച്ച് നാളുകൾക്ക് മുൻപാണ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് കത്തി കൊണ്ടുപോയി സ്കൂളിലെ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കുട്ടികളാണ് ഇവർ. അപ്പോൾ അവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിന്റെ ഒരു അത് നമുക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. പിന്നെ പോലീസ് പറഞ്ഞ അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം 8:30 തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ്. ഈ മൈതാനത്ത് ഇവർ ഇരുന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്നു. ഒരാൾ മദ്യപിച്ച് മതോന്മത്തനായിരിക്കുകയായിരുന്നു. അതിനിടയിലേക്കാണ് ഈ ലിവിൻ ചെന്ന് ഇവരുമായി വാക്കുതർക്കം ഉണ്ടാകുന്നത്. ഈ വാക്കുതർക്കമുണ്ടായി ഏകദേശം അരമണിക്കൂറോളം ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നീടാണ് ഈ 14 വയസ്സുകാരൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തുകയായിരുന്നു. ഒറ്റക്കുത്തേ കുത്തിയിട്ടുള്ളൂ. ആ ഒരൊറ്റ കുത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. അതിനു മുന്നേ തന്നെ ലിവിൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. ഈ ലഹരിയുടെ ഉപയോഗം, ആ ഉപയോഗത്തിന് ശേഷം ഇവർ അക്രമാസക്തരാകുന്നു. അത് എത്രത്തോളം മാരകമായ രീതിയിലാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ ഇവർക്ക് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു മോഷണ കേസ് ഉണ്ടായത്. അതിലും ഈ കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർ എന്ന പരിഗണന ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു കേസിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇവരെ കോടതിയിൽ, ജുവനൈൽ ജസ്റ്റിസ് കോടതിയിലാണ് ഹാജരാക്കുക. വീട്ടുകാരൊക്കെ വെച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ?